ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനിയിലെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മുടെ റാങ്ക് പുഷേഴ്സിന് വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് വേറെ ഒന്നുമല്ല, നമ്മുടെ സീസൺ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ കുറേ കൂട്ടർക്ക് ആഗ്രഹം ഉണ്ടാകും ബെസ്റ്റ് ക്യാരക്ടർ സ്കിൽ കോംബോ ഒക്കെ ഏതാണെന്നൊക്കെ. ഇപ്പോൾ അറിയാത്ത കുറേ മെമ്പേഴ്സ് ഉണ്ടാകാറ്, പുതിയ ന്യൂ ആയിട്ടുള്ള കളിക്കാരും അതുപോലെ തന്നെ ഓൾഡ് ആയിട്ടുള്ള കളിക്കാരായാലും കുറച്ച് പേർക്ക് അറിയില്ല ഇപ്പോഴത്തെ നമുക്ക് എങ്ങനെയാണ് ഏതാ ബെസ്റ്റ് ക്യാരക്ടർ സ്കിൽ കോംബോ എന്ന് അറിയാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെല്ലാം ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് ചാനൽ സബ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാനിവിടുന്ന് വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനതിൽ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്യാരക്ടർ സ്കെയിലിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പുള്ളിക്കാരാണ്, ഈ ഒരു പന്ത് കളിക്കാരി. ഇയാളെ പേരെന്താ ലുക്യോസ്റ്റോ അങ്ങനെ എന്തോ ആണ്. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല, അറിയാവുന്നൊരു കമൻറ്റ് ഇട്ടേക്കും. അപ്പോൾ ഇതിൻ്റെ എബിലിറ്റി വേറെ ഒന്നുമല്ല ഗൈസ്, 25 HP. അതുപോലെ തന്നെ നമുക്കൊരു 50 HP അധികം നമുക്ക് എക്സ്ട്രാ കിട്ടും. ഒരു എനിമീനെ കൊന്ന ഏകദേശം 25 HP നമുക്ക് അധികം കിട്ടും. ഇപ്പോൾ 200 HP നമുക്ക് ടോട്ടലുള്ളത്. അപ്പോൾ അത് നമുക്കൊരു 225 ആവും. അതുപോലെ തന്നെ പിന്നീട് എനിമീനെയും പാടെ കൊന്നതിന് 250 HP കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് എനിക്ക് അറിയാമല്ലോ, ഞാൻ പിന്നെ കൂടുതലായിട്ട് പറയണ്ടല്ലോ HP കാര്യമൊന്നും. അപ്പോൾ അതാണ് നമ്മൾ ഒന്നാമത്തെ ക്യാരക്ടർ സ്കില്ലിൻ്റെ മെയിനായിട്ടുള്ള സ്കില്ലെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ക്യാരക്ടർ സ്കില്ല് ഏതാ നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ക്യാരക്ടർ സ്കില്ല് പോകുമ്പോൾ നോക്കുകയാണെങ്കിൽ ഗൈസ്, നമ്മളൊരു സോണിയ ക്യാരക്ടർ സ്കില്ല്, നമുക്ക് എല്ലാവർക്കും ദേഷ്യം പിടിപ്പിച്ചിട്ടുള്ള ക്യാരക്ടർ സ്കില്ല്, അതുപോലെ തന്നെ ഒരുപാട് മെമ്പേഴ്സ് ഇട്ട് കളിക്കുന്ന ഒരു ക്യാരക്ടർ സ്കില്ല് കൂടെയാണ് ഈ ഒരു ക്യാരക്ടർ സ്കില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണം എന്തിനാന്ന് ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ സോണിയെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ എനിമി അടിച്ചിട്ട് നമുക്ക് ഇത്ര 3 സെക്കൻഡോളം നമുക്ക് വെയിറ്റ് ചെയ്തു, പിന്നെ അപ്ഗ്രേഡ് ചെയ്തതിന് അതിലേറെ നമുക്ക് നിൽക്കും. അപ്പോൾ സോണിയെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ സോണിയാണ് നമുക്ക് രണ്ടാമതായിട്ട് നോർമൽ ക്യാരക്ടർ സ്കില്ല് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ക്യാരക്ടർ സ്കിൽ കോംബോ ഏതാണെന്ന് നോക്കാം, മീൻസ് നമ്മൾ അടുത്ത ക്യാരക്ടർ സ്കില്ല് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ മൂന്നാമത്തെ ക്യാരക്ടർ സ്കില്ല് മീൻസ് നമ്മുടെ മൂന്നാമത്തെ നോർമൽ ക്യാരക്ടർ സ്കില്ല് ഏതാണെന്ന് നോക്കണേ വേറെ ആരുമില്ല ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മളെ ഗ്ലൂ വാളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ സ്കില്ല്. ഇവരെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ഒരുപാട് മെമ്പേഴ്സ് വെച്ച് കളിക്കുന്ന ഒരു ക്യാരക്ടർ സ്കില്ല് കൂടെയാണ് ഈ ഒരു പുള്ളിക്കാരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ എബിലിറ്റി കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ഗ്ലൂ വാൾ അടിക്കുന്ന സമയത്ത് ഗ്ലൂ വാൾ പെട്ടെന്നൊന്നും പൊട്ടത്തില്ല. ഈ ഒരു പുള്ളിക്കാരനെ വെച്ച് കളിക്കുകയാണെങ്കിൽ നോർമൽ സ്കില്ലാണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരനെ കൂടെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കണേ ഇപ്പോൾ ടോട്ടൽ 3 ക്യാരക്ടർ സ്കില്ല് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് നോർമലായിട്ടുള്ളത്. അപ്പോൾ ഇനി എല്ലാവരും കാത്തിരിക്കുന്ന പോലെ വേറെ ആരല്ല ഗൈസ്, നമ്മൾ ഇനി മെയിനായിട്ടുള്ള ക്യാരക്ടർ സ്കില്ല് മീൻ നമ്മുടെ ഒരു ആക്റ്റീവ് സ്കില്ലോടെ ഇനി കാണിക്കുന്നില്ല. അപ്പോൾ ആക്റ്റീവ് സ്കില്ല് നമ്മൾ പറയുകയാണെങ്കിൽ വേറെ ആരുമില്ല ഗൈസ്, നമ്മൾ ദിമിത്രിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റിയ ഒരു പുള്ളിക്കാരനെ നമ്മൾ ദിമിത്രി ക്യാരക്ടർ സ്കില്ല് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ദിമിത്രി ക്യാരക്ടർ സ്കില്ലിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ ഇനി പറയണ്ടല്ലോ ഡീറ്റെയിൽ ആയിട്ട്. വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മളിപ്പോൾ നോക്കാവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിവൈവ് ആയിട്ട് വരാൻ പറ്റും, ഓട്ടോ റിവൈവ് കാര്യങ്ങളൊക്കെ ആയി വരും നമ്മുടെ ദിമിത്രി എന്ന് പറഞ്ഞ ഒരു ആക്റ്റീവ് സ്കില്ല് കാര്യങ്ങളൊക്കെ വെച്ച്. അപ്പോൾ നമ്മളിതാണ് നമ്മുടെ ആക്റ്റീവ് സ്കില്ല് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോംബോ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഗൈസ് നമ്മൾ കോംബോ നോക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല ഗൈസ്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോംബോ ആണ്. ഈ ഒരു 4 കോംബോ മീൻസ് ഈ 4 ക്യാരക്ടർ സ്കില്ല് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത് വേറെ ആരെങ്കിലും നമ്മുടെ ദിമിത്രി, അതുപോലെ നമ്മുടെ ഫുട്ബോൾ ക്യാരക്ടർ, അതുപോലെ തന്നെ നമ്മുടെ സോണിയ, പിന്നെ അതുപോലെ തന്നെ ഗ്ലൂ വാൾ പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടർ സ്കില്ല്. അങ്ങനെ ഈ ഒരു ടോട്ടൽ 4 ക്യാരക്ടർ സ്കില്ല് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബെസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ആക്റ്റീവ് സ്കില്ലും 3 നോർമൽ സ്കില്ലും ഈ ഒരു കോംബോ മീൻസ് ഈ ഒരു ക്യാരക്ടർ കോംബോ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന വേറെ ആർക്കും വേണ്ടി നമ്മൾ സോളോ പ്ലേയേഴ്സിന് നമ്മുടെ സോളോ ആയിട്ട് റാങ്ക് പുഷ് ചെയ്യുന്ന പ്ലേയേഴ്സിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ക്യാരക്ടർ സ്കിൽ കോംബോ കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ എന്തിനാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ ഈ ഒരു ക്യാരക്ടർ സ്കില്ലിൻ്റെ ഉപകാരങ്ങൾ എന്താ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഉപകാരം വേറെ ഒന്നുമല്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഉപകാരം വേറെ ഒന്നുമല്ല ഗൈസ്. അപ്പോൾ ഞാനാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഞാൻ നേരെ ട്രെയിനിങ് ഗ്രൗണ്ട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് 200 HP കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ടോട്ടലായിട്ടുള്ളത്. അപ്പോൾ നേരെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നേരെ നോക്കണ ഒരു പുള്ളിക്കാരൻ ഞാൻ അവിടെ സ്പോട്ട് ചെയ്തൊരു എനിമീനെ നമ്മുടെ MP40 നിലത്തേക്ക് ഡാമേജ് കാര്യം കൊടുത്ത് അവനെ തീർത്ത സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് HP കാണാം. നമ്മുടെ ഒരു എനിമീനെ കൊന്നപ്പോൾ തന്നെ 225 HP കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ രണ്ടാമതൊരു എനിമീനെ കൊല്ലുകയാണ്, നമുക്ക് 50 HP കാര്യങ്ങളൊക്കെ ഞാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഞാൻ അവനെയും തീർത്ത്. അപ്പോൾ നോക്കണമെങ്കിൽ 250 HP കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒന്നാമത്തെ ക്യാരക്ടർ സ്കില്ലിൻ്റെ ഉപകാരം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സ്കില്ല് വെക്കാൻ നിങ്ങൾക്ക് കൂടുതൽ HP കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നോക്കണമെങ്കിൽ അഡ്വാൻറ്റേജ് എന്താ നോക്കണേ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത അഡ്വാൻറ്റേജ് നോക്കണമെങ്കിൽ നമ്മുടെ ദിമിത്രി, അതുപോലെ തന്നെ ഗ്ലൂ വാൾ ക്യാരക്ടർ സ്കില്ല്, നമ്മുടെ സോണിയ, ഈ ഒരു ക്യാരക്ടർ സ്കില്ലിൻ്റെ ഉപകാരങ്ങൾ നമ്മൾ നോക്കാൻ പോയി. ഞാൻ എനിമീനെ അടിച്ചോ നല്ലതിക്ക് ഡാമേജ് കാര്യം കൊടുത്തപ്പോൾ എനിക്ക് വേറെ ഇടുന്ന അടി കിട്ടി. ഞാൻ പെട്ടെന്ന് തന്നെ സോണിയ ആയപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ദിമിത്രി കാര്യങ്ങളൊക്കെ ഓണാക്കി ഞാൻ പെട്ടെന്ന് തന്നെ റിവൈവ് ആയി വന്നു, ഗ്ലൂ വാളിട്ട് കവർ എടുത്തു. ഇപ്പോൾ എനിമിക്ക് ഗ്ലൂ വാൾ അടിച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ അവന്മാർക്ക് ഉള്ളിലോട്ട് വരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ഞാൻ നേരം കൊണ്ട് മെഡിക്കേറ്റ് കാര്യങ്ങളൊക്കെ അടിക്കുകയും ചെയ്യാം. അവന്മാർക്കാണെങ്കിൽ ഞാൻ ഗ്ലൂ വാൾ കാര്യങ്ങളൊക്കെ അടിച്ച് പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ എനിമി നമ്മളെ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നോക്കാവുകയാണെങ്കിൽ നമുക്ക് സോണി അയക്കാൻ പെട്ടെന്ന് തന്നെ ദിമിത്രി ഇടുക, വട്ടത്തിൽ ഗ്ലൂ ഇടുക, നമ്മുടെ ദിമിത്രി ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിവൈവ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സ്കില്ല് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ സോളോ ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിനാണ്.
വെച്ചാൽ നമ്മൾ ഈ ഒരു ക്യാരക്ടർ സ്കിൽ കോംബോ ബെസ്റ്റ് ആയിട്ട് ഉപകാരപ്പെടത്തുള്ളൂ. നമ്മൾ സോളോ റാങ്ക് പുഷേഴ്സ് ഉണ്ട് നമ്മൾ ഗ്രാൻഡ് മാസ്റ്ററിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ബെസ്റ്റ് ക്യാരക്ടർ സ്കിൽ കോംബോ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങൾ ഇനി കാണാൻ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ ഏത് ക്യാരക്ടർ സ്കിൽ കോംബോ നമ്മൾ CS-ലാണോ BR-ലാണോ സ്കോഡിനാണോ ഏതിനാണോ നമ്മുടെ ക്യാരക്ടർ സ്കിൽ കോംബോ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് വെച്ചാൽ നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ സബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.